ഇപ്പോഴത്തെ വെയിലിനെ ശമിപ്പിക്കാനും ശരീരത്തിന് നല്ലൊരു കുളിർമ തരാനും പറ്റിയ നല്ലൊരു മുത്താറി സംഭാരമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. മുത്താറി എന്ന് വെച്ചാൽ റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ചൂട് കൊണ്ടുള്ള ശരീരം പുകച്ചിലിനും ചൂടുകുരു മാറാനും ഒക്കെ ഉത്തമമായിട്ടുള്ള ഒരു പാനീയമാണ് ഈ മുത്താറി സംഭാരം. ശരീരത്തിന്റെ ആരോഗ്യത്തിനും നല്ല തണുപ്പ് കിട്ടാനും കാൽഷ്യവും അയണും ഒക്കെ നിറഞ്ഞ ഈ മുത്താറി സംഭാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. സംഭാരം ഉണ്ടാക്കാനെ ആദ്യം തന്നെ മുത്താറി നമ്മൾക്കൊന്ന് കാച്ചിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ മുത്താറിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ഒരല്പം വെള്ളം ഒഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോ മുത്താറിപ്പൊടിയൊക്കെ നന്നായി കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ മുത്താറി കുറുക്കിയെടുക്കേണ്ടത്. ഇപ്പോ മുത്താറിയൊക്കെ നന്നായി തിളച്ച് വെന്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇപ്പോ മുത്താറിയൊക്കെ നന്നായി തണുത്ത് നല്ലവണ്ണം ആറി വന്നിട്ടുണ്ട്. ഇങ്ങനെ മുത്താറി നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സംഭാരം ഉണ്ടാക്കാൻ പാടുള്ളൂ. നമ്മൾക്ക് സംഭാരം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾക്കൊന്ന് ചതച്ചെടുക്കാനുണ്ട്. ഒരു 7-8 ചെറിയുള്ളി ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർക്കാം. ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. അഥവാ നിങ്ങൾ എരിവുള്ള പച്ചമുളകാണ് ചേർക്കുന്നതെങ്കിൽ 1/2 കഷ്ണം മതിയാവും. അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. ചെറിയുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കുറുക്കി തണുക്കാൻ വെച്ചിരുന്ന മുത്താറി കുറുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സംഭാരമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയാണെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. പാകത്തിന് പുളി നോക്കി വേണം നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് വെള്ളമൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ നന്നായി ഒന്ന് അടിച്ചു കൊണ്ടുവരാം. ഇപ്പോ സംഭാരം മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം. ഇഞ്ചിയുടെ കറിവേപ്പിലയുടെ ചെറിയുള്ളിയുടെ ഒക്കെ ഏതെങ്കിലും ഭാഗം നന്നായി അരയാതെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാനാണ് ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. ഇപ്പോ സംഭാരമൊക്കെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരൽപ്പം കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിനി സംഭാരത്തിന്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾക്കൊന്ന് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം. ഞാനിവിടെ നല്ല തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. സംഭാരത്തിന്റെ ഒരു പാകം വരെ നമ്മൾക്കിതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് നേർപ്പിച്ചെടുക്കാം. ഇപ്പോ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു മൺപാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു വയ്ക്കുന്നത്. മുകളിലേക്ക് ഒരൽപ്പം ഐസ് ക്യൂബ്സ് കൂടി നമ്മൾക്ക് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടുകാലത്തുണ്ടാകുന്ന ചൂടുകുരു മാറാനും ശരീരം നന്നായി തണുക്കാനും ആരോഗ്യത്തിനും ഒക്കെ ഉത്തമമാണ് ഈ മുത്താറി സംഭാരം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ വേനൽക്കാലത്ത് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.